ദാവീദിൻ്റെ പുത്രന് ഓശാന, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ, ഉന്നതങ്ങളിൽ ഓശാന. ഓശാന ഞായറിൻ്റെ 1000 മംഗളങ്ങൾ ഒത്തിരി സ്നേഹത്തോടെ ഏവർക്കും നേരുകയാണ്. മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, ആരാധനക്രമ വത്സരത്തിൽ ഒരു വട്ടം കൂടി ഓശാന ഞായർ സമാഗതമായിരിക്കുന്നു. കുരുത്തോല തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏവർക്കും ഒത്തിരി പ്രാർത്ഥനയോടെ നേരുകയാണ്. വലിയ ആഴ്ചയിലേക്ക് നമ്മൾ ഓരോരുത്തരും പ്രവേശിക്കുകയാണ്. ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുന്ദരമായ ഒരാഴ്ചയാണ് വലിയ ആഴ്ച. ക്രിസ്തുവിൻ്റെ സഹനമരണ ഉത്ഥാനങ്ങളെ ധ്യാനിക്കുന്ന ഒരാഴ്ച. ആ ആഴ്ചയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഈ ഓശാന ഞായറിൻ്റെ സന്ദേശം നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വയ്ക്കുന്നത് ഒത്തിരിയേറെ അനുഗ്രഹവും കൃപയും നമ്മുടെ ജീവിതത്തിൽ നിറയ്ക്കുന്ന ഒരു കാര്യമാണ്. ഈ ഓശാന ഞായർ നമ്മളോട് എന്താണ് സംസാരിക്കുന്നത്? ഈ ഓശാന ഞായറിൻ്റെ അർത്ഥം എന്താണ്? എനിക്ക് നിങ്ങളോട് 4 കാര്യങ്ങളാണ് പറയാനായിട്ടുള്ളത്. ഒന്നാമത്തെ കാര്യം, ഓശാന ഞായറിലൂടെ എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത്? അല്ലെങ്കിൽ എന്താണ് ഇതിൽ ഓർമ്മിപ്പിക്കുന്ന പാഠം? ക്രിസ്തുവിൻ്റെ രാജകീയ പ്രവേശനമാണ് ഓശാന ഞായറിലൂടെ നമ്മൾ ഓർമ്മിക്കുന്നത്. ജെറുസലേം നഗരത്തിലേക്കുള്ള യേശുവിൻ്റെ രാജകീയ പ്രവേശനം ഓശാന ഞായറിലൂടെ നമ്മൾ ഓർമ്മിക്കുകയാണ്. തൻ്റെ ദൗത്യം നിറവേറ്റി പിതാവിൻ്റെ അടുത്തേക്ക് പോകുവാനുള്ള സമയമായി എന്ന് മനസ്സിലാക്കിയ യേശുനാഥൻ പെസഹ തിരുനാളിൽ ജെറുസലേം ദേവാലയത്തിലേക്ക് ജനങ്ങൾ മുഴുവൻ കൂടി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അവരുടെ ഇടയിലൂടെ ജെറുസലേം ദേവാലയത്തിലേക്ക് നടന്നു പോകുന്ന രംഗങ്ങളാണ് ഓശാന ഞായർ നമ്മൾ ഓർമ്മിക്കുന്നത്. പെസഹ തിരുനാളിന് ജെറുസലേം ദേവാലയം നിറച്ച ആളുകളാണ്. അവരുടെ ഇടയിലൂടെയാണ് രാജാതിരാജനായ ഈശോ, ലോകരക്ഷകനായ ഈശോ, ദാവീദിൻ്റെ പുത്രനായ ഈശോ നടന്ന് ജെറുസലേം ദേവാലയത്തെ സമീപിക്കുക. ഈശോയെ കണ്ടപ്പോൾ ജനങ്ങൾ അവരുടെ വസ്ത്രങ്ങൾ നിലത്ത് വിരിച്ചു, കയ്യിൽ ഒലിവിൻ ചില്ലകളേന്തി രാജാതിരാജനായ ഈശോയെ സ്വീകരിക്കുകയാണ് അവരുടെ ജീവിതത്തിൽ. അതാണ് ഓശാന ഞായർ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന പാഠം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ക്രിസ്തുവിനെ നല്ല മനസ്സോടെ സ്വീകരിക്കണമെന്ന് ഈ ഓശാന ഞായർ നമുക്ക് തരുന്ന വലിയൊരു സന്ദേശമുണ്ട്. അന്നത്തെ ഇസ്രായേൽ ജനം ക്രിസ്തുവിനെ ഒലിവിൻ ചില്ലകളേന്തിയും തങ്ങളുടെ നല്ല വസ്ത്രങ്ങൾ നിലത്ത് വിരിച്ചും തങ്ങളുടെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചതുപോലെ നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ അവസ്ഥകളിൽ ഏതവസ്ഥയാണെങ്കിലും ആ അവസ്ഥയിലേക്ക് ക്രിസ്തുവിനെ സ്വീകരിക്കണമെന്ന് ഈ ഓശാന ഞായർ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. രണ്ടാമത്തെ കാര്യം, ഈ ഓശാന ഞായർ നമുക്ക് തരുന്ന രണ്ടാമത്തെ സന്ദേശം കുരുത്തോലയുടെ പ്രാധാന്യമാണ്. നമ്മുടെയൊക്കെ പഴമക്കാർ കുരുത്തോലകളെ വളരെയധികം ബഹുമാനിച്ചിരുന്നു. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ കുരുത്തോലയോടൊക്കെയുള്ള ബഹുമാനക്കുറവ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പലപ്പോഴും പ്രാർത്ഥനാമുറിയിൽ വെക്കേണ്ട കുരുത്തോലകൾ എവിടേക്കോ പോയി നശിച്ചുകൊണ്ടിരിക്കുന്നു. കുരുത്തോലകളെ നമുക്ക് ഒത്തിരിയേറെ ബഹുമാനത്തോടെ കാണാം. പണ്ടത്തെയൊക്കെ കാരണവന്മാർ പ്രാർത്ഥനാമുറിയിൽ എപ്പോഴും സൂക്ഷിച്ചിരുന്നു. കൊച്ച് ജനിക്കുമ്പോഴും സംരക്ഷണത്തിനായി കയ്യിൽ കെട്ടുവാനും മൃഗങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കഴുത്തിൽ അണിയുവാനുമൊക്കെ ആയിട്ട് ഒത്തിരിയേറെ പ്രാർത്ഥനയോടെ സംരക്ഷണത്തിനായിട്ട് അവർ കെട്ടിയിരുന്ന ഒരു കാര്യമായിരുന്നു കുരുത്തോലകൾ. പക്ഷേ ഇന്ന് അതിൻ്റെ പ്രാധാന്യം കുറഞ്ഞു, ബഹുമാനക്കുറവാക്കിയായി തുടങ്ങി. അതുകൊണ്ട് സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ കുരുത്തോലകളെ നമുക്ക് ബഹുമാനത്തോടു കൂടെ കാണാം. ഈശോയുടെ ഓശാന ഞായറിനെ അനുസ്മരിപ്പിക്കുന്നതാണ് കുരുത്തോലകൾ. ഈ കുരുത്തോലയുടെ സന്ദേശം എന്താണ്? ഹൃദയം കഠിനമാക്കരുത് എന്നാണ് ഈ കുരുത്തോല നമ്മളോട് പറയുക. നമുക്കറിയാം, ഈ ഓശാന ഞായറിനെ നമ്മൾ ഉപയോഗിക്കുന്നത് തെങ്ങിൻ്റെ വളരെ നേർത്ത ഇളം ഓലകളാണ്, അല്ലാതെ കാഠിന്യമേറിയ ഓലകളല്ല. ഹൃദയം കഠിനമാക്കരുത് എന്ന് ഈ ഓശാന ഞായർ നമ്മളോട് പറയുന്നുണ്ട്. പലപ്പോഴും നമ്മുടെയൊക്കെ ഹൃദയം വളരെ കഠിനമാണ്. ഒരാളോട് സംസാരിക്കാനോ വിട്ടുകൊടുക്കാനോ ക്ഷമിക്കാനോ സ്നേഹിക്കാനോ ഒന്ന് ചിരിക്കാൻ പോലും മനസ്സില്ലാത്തവരാണ് നമ്മളിൽ പലരും. അതുകൊണ്ട് ഈ ഓശാന ഞായർ നമ്മളോട് പറയുന്നുണ്ട്, നിൻ്റെ ഹൃദയം കുറച്ചും കൂടിയൊക്കെ ലളിതമാകണം, ഒന്ന് ചിരിക്കണം, നീ ജീവിതത്തിൽ ഒന്ന് വിട്ടുകൊടുക്കണം, നീ കുറച്ചും കൂടിയൊക്കെ സ്നേഹത്തോടെ മറ്റുള്ളവരോട് വർത്തിക്കണമെന്ന് ഈ ഓശാന ഞായർ നമ്മളോട് പറയുന്നുണ്ട്. ആ സന്ദേശം നമ്മുടെ മനസ്സിനോട് ചേർത്ത് വയ്ക്കാം. ഒന്നാമത്തെ സന്ദേശം ക്രിസ്തുവിൻ്റെ രാജകീയ പ്രവേശനമാണ് ഓശാന ഞായർ നമ്മളെ പഠിപ്പിക്കുന്നത്. രണ്ടാമത്തെ സന്ദേശം കുരുത്തോലയുടെ പ്രാധാന്യമാണ്, അതിൻ്റെ അർത്ഥമാണ്.
ഹൃദയം കുറച്ചും കൂടിയും ലളിതമാകണം, കുറച്ചും കൂടിയും കാഠിന്യം നീ കുറയ്ക്കണം. അപ്പോൾ നിൻ്റെ ജീവിതത്തിൽ ക്രിസ്തു വന്ന് ജീവിക്കുമെന്നാണ് ഈ ഓശാന ഞായർ നമ്മളോട് പറയുക. മൂന്നാമത്തെ കാര്യം, ഓശാന എന്ന വാക്കിൻ്റെ അർത്ഥമാണ്. ഓശാന എന്ന വാക്കിൻ്റെ അർത്ഥം കർത്താവെ രക്ഷിക്കണമേ എന്നാണ്. ഞങ്ങളെ രക്ഷിക്കണമേ എന്ന ജനങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തമ്പുരാൻ ഉത്തരം കൊടുക്കുന്ന ദിവസമാണ് ഓശാന ഞായർ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒത്തിരിയേറെ പ്രശ്നങ്ങളുണ്ട്, സങ്കടങ്ങളുണ്ട്, വേദനകളുണ്ട്, രോഗങ്ങളുണ്ട്, ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകളിലൂടെയൊക്കെ കടന്നു പോകുന്നവരാണ് നമ്മളിൽ പലരും. അങ്ങനെ രക്ഷയ്ക്കായിട്ട് നമ്മൾ അലയുമ്പോൾ, രക്ഷ തേടി നമ്മൾ ഓരോ ദിവസവും കരയുമ്പോൾ, ഈ ഓശാന ഞായർ നമ്മളോട് പറയുക, രക്ഷയ്ക്കായിട്ട് ഒരു നാമം നമ്മുടെ ജീവിതത്തിൽ നൽകിയിട്ടുണ്ട്. അത് യേശുനാമമാണ്, യേശുവിൻ്റെ ജീവിതമാണത്. അതുകൊണ്ട് സ്നേഹം നിറഞ്ഞവരെ, ജീവിതത്തിൽ രക്ഷപ്പെടണോ, ക്രിസ്തുവിനെ തേടി നമ്മൾ ഇറങ്ങണം. കർത്താവെ രക്ഷിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. രക്ഷയുടെ സങ്കേതം തേടി ഇന്ന് മനുഷ്യർ അലഞ്ഞുകൊണ്ടിരിക്കുക. എവിടെ കിട്ടും രക്ഷ? നമ്മുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളൊക്കെ ഏറി വരുമ്പോൾ ശാശ്വതമായിട്ടുള്ളൊരു രക്ഷ നമുക്ക് കൈമോശം വന്നുകൊണ്ടിരിക്കുക. അത് കിട്ടുന്നത് ക്രിസ്തുവിൽ നിന്ന് മാത്രമാണ്. അതുകൊണ്ട് സ്നേഹം നിറഞ്ഞവരെ, ജീവിതത്തിൽ എന്തെല്ലാം വേദനകളിലൂടെ കടന്നു പോകുന്നവനാണ് നമ്മളെങ്കിലും ഓശാന പാടാൻ, കർത്താവെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. അപ്പോൾ നമ്മുടെ ജീവിതത്തിന് ഒത്തിരിയേറെ അനുഗ്രഹം ഉണ്ടാകും. മൂന്നാമത്തെ സന്ദേശം ഇത്രയേ ഉള്ളൂ. ഓശാന എന്ന വാക്കിൻ്റെ അർത്ഥം കർത്താവെ രക്ഷിക്കണമേ എന്ന പ്രാർത്ഥനയാണ്. നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റട്ടെ. ഈ ഓശാന ദിവസം, ഈ ഓശാന ഞായറിൻ്റെ ആഴം മനസ്സിലാക്കി കർത്താവെ രക്ഷിക്കണമേ എന്ന് ചങ്കത്ത് കൈവച്ച് പ്രാർത്ഥിക്കാൻ പറ്റട്ടെ. ഇന്ന് മനുഷ്യരെല്ലാവരും രക്ഷയ്ക്ക് വേണ്ടി ഓടി നടന്നുകൊണ്ടിരിക്കുക. പലവിധ പ്രശ്നങ്ങളിലൂടെ മനുഷ്യൻ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുക. ഒത്തിരിയേറെ സാമ്പത്തിക ഞെരുക്കങ്ങളിലൂടെ, മക്കളുടെ പ്രശ്നങ്ങളിലൂടെ, ജീവിത പങ്കാളിയുടെ പ്രശ്നങ്ങളിലൂടെ, കടബാധ്യതയിലൂടെ, രോഗങ്ങളിലൂടെ, പലവിധ തടസ്സങ്ങളിലൂടെ, പൈശാചിക ബന്ധനങ്ങളിലൂടെയൊക്കെ നമ്മൾ ഓരോ ദിവസവും ഒത്തിരിയേറെ വിഷമത്തോടു കൂടെ മുന്നോട്ട് നീങ്ങുമ്പോൾ ഈ ഓശാന ഞായർ നമുക്ക് തരുന്ന ഏറ്റവും വലിയ സന്ദേശം, കർത്താവിൻ്റെ കയ്യിലുണ്ട് രക്ഷ. ജീവിതത്തിൽ ഒത്തിരിയേറെ സഹിക്കുന്നവരാണ് നമ്മളൊക്കെ. ആ സഹനങ്ങൾക്കൊക്കെ രക്ഷ നൽകുന്നത് കർത്താവാണ്. അതുകൊണ്ട് ഓശാന എന്ന വാക്കിൻ്റെ അർത്ഥം മനസ്സിലാക്കി കർത്താവെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. നാലാമത്തെ സന്ദേശം, ഇന്നത്തെ ദിവസത്തെ ഏറ്റവും ആഴമേറിയ സന്ദേശം അതാണ്. വിലയില്ലാത്തതിന് വില നൽകുന്ന, മൂല്യമില്ലാത്തതിന് മൂല്യം നൽകുന്ന ദിവസമാണ് ഓശാന ഞായർ. നമുക്കറിയാം, ഈശോനാഥൻ കുതിരപ്പുറത്തേറിയിട്ടല്ല ജെറുസലേം ദേവാലയത്തെ സമീപിക്കുക, കഴുതപ്പുറത്തേറിയിട്ടാണ്. കഴുത നമുക്കറിയാം ഒരു വിലയില്ലാത്ത മൃഗമാണ്. വലിയ ഗുണമില്ല, കഴിവുകളില്ല, മണ്ടൻ എന്ന് വിളിക്കുന്ന ഒരു മൃഗമാണ് കഴുത. നമ്മുടെ ഇടയിലുണ്ട് ഒത്തിരിയേറെ കഴുത ജന്മങ്ങൾ അല്ലേ? നമുക്കറിയാം, ബുദ്ധിയില്ലാത്ത, ഒത്തിരിയേറെ കുറവുകളുള്ള, പോരായ്മകളുള്ള, പാളിച്ചകൾ വരാവുന്ന, ഒന്നും നന്നായിട്ട് സംസാരിക്കാൻ പോലും അറിയാത്ത ഒത്തിരിയേറെ മനുഷ്യർ നമ്മുടെ ഇടയിലുണ്ട്. കഴുത ജന്മങ്ങൾ ഏറി വരികയാണ്. ഇങ്ങനെ കഴുത ജന്മങ്ങൾ ഏറി വരുമ്പോൾ നമുക്ക് തന്നെ നമ്മളെ വിലയില്ല എന്ന് തോന്നുമ്പോൾ പലപ്പോഴും സ്വന്തം ജീവിതത്തെ പഴിക്കുന്നവരാണ് നമ്മളൊക്കെ അല്ലേ? എന്നെക്കൊണ്ടൊന്നും പറ്റില്ല, എന്നെക്കൊണ്ടൊന്നും ആവില്ല. പക്ഷേ ഓർക്കണം, കഴുതയ്ക്ക് വില കൊടുത്തൊരു കർത്താവ് നമ്മുടെ മുമ്പിലുണ്ട്. നമുക്ക് വില കുറഞ്ഞു പോകുമ്പോൾ, നമുക്കൊന്നും ചെയ്യാതെ അല്ലെങ്കിൽ ഒന്നിനും നമുക്ക് പ്രാപ്തിയില്ലാതെ വരുമ്പോൾ എനിക്ക് വില നൽകുന്നൊരു ദൈവമുണ്ടെന്ന് എപ്പോഴും ഓർക്കുക. കഴുതപ്പുറത്ത് കർത്താവ് എറിയപ്പോൾ കഴുതയുടെ മുൻപിലായിട്ട് തുണികൾ വിരിക്കുകയാണ്. ഇത്രയും നാൾ ചീത്ത വാക്കുകൾ പറഞ്ഞ, കഴുതയെ നോക്കി ചീത്ത വാക്കുകൾ പറഞ്ഞവർ നല്ല സ്തുതിപ്പിൻ്റെ വാക്കുകൾ ഉപയോഗിക്കുകയാണ്. രാജാതിരാജനായ ഈശോ, മിശിഹാനാഥൻ എന്നൊക്കെ വിളിച്ച് ഉദ്ഘോഷിച്ച് സന്തോഷത്തോടു കൂടെ വരവേൽക്കുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒത്തിരിയേറെ കുറവുകളുണ്ടാകുമ്പോൾ, പോരായ്മകളുണ്ടാകുമ്പോൾ കർത്താവിനെ ഒന്ന് ചേർത്ത് പിടിച്ചു നോക്കി, നമ്മുടെ ജീവിതം ധന്യമാകും. അതുകൊണ്ട് സ്നേഹം നിറഞ്ഞവരെ, ഈ 4 കാര്യങ്ങൾ ജീവിതത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഈ ഓശാന ഞായർ ഏറ്റവും പ്രാർത്ഥനയുടെ ഒരാഘോഷമാക്കി നമുക്ക് മാറ്റാം. ദൈവം സഹായിക്കട്ടെ. ദൈവം കൂടെ ഉണ്ടാകട്ടെ.